സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചപ്പോൾ കരിമ്പനകളുടെ നാടിന് അത് വേറിട്ട ദൃശ്യാനുഭവമായി മാറി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ 1 ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 200-ലധികം സ്റ്റാളുകളാണ് കാണികളെ വരവേറ്റത്. ഏറ്റവും മികച്ച ദൃശ്യാനുഭവം ഒരുക്കിയതിന് കേരള പോലീസിനാണ് മേളയിലെ മികച്ച സ്റ്റാളിനുള്ള പുരസ്കാരം ലഭിച്ചത്. മെയ് 4 മുതൽ 10 വരെ 6 ദിനരാത്രങ്ങൾ കരിമ്പനകളുടെ നാട് ഉത്സവ തിമിർപ്പിലായിരുന്നു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ 1 ലക്ഷത്തിലധികം ചതുരശ്ര അടിയിൽ 200-ലധികം സ്റ്റാളുകൾ, അതിൽ സർക്കാർ വകുപ്പുകളുടെ 142 സ്റ്റാളുകൾ, വ്യാവസായികാടിസ്ഥാനത്തിലുള്ള 42 എണ്ണം, എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും പാലക്കാടിനെ ശരിക്കും വരച്ചിടുകയായിരുന്നു. പക്ഷേ ഏവരെയും കണ്ണഞ്ചിപ്പിച്ചത് കേരള പോലീസിന്റെ സ്റ്റാളുകൾ തന്നെയായിരുന്നു. ആദ്യകാല ടെലികമ്മ്യൂണിക്കേഷൻ മുതൽ ഫോറൻസിക്, തോക്കുകളുടെ പ്രദർശനം എന്നിവ കാണാനും അടുത്തറിയാനും ആളുകൾക്ക് അവസരം. സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരള പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രതിരോധ ക്ലാസും. അവരുടെ വീക്കർ പോയിന്റ് ചെവിയിൽ ആദ്യം അടിക്കുന്നു. ആ അടിയോട് കൂടിയിട്ട് അവരുടെ ബോധം പോയിട്ടുണ്ടാവും. പിന്നെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിസ്മയിപ്പിക്കുന്ന പോലീസ് നായ്ക്കളുടെ പ്രകടനം തന്നെ. നിലവിൽ പാലക്കാട് ജില്ലയിൽ 10 ട്രാക്കർ ഡോഗാണുള്ളത്. 10 ഡോഗാണുള്ളത്. ഷൊർണൂർ 5 ഡോഗും, ഇവിടെ പാലക്കാട് സബ് ഡിവിഷനിൽ പാലക്കാട് 5 ഡോഗും. 2 വിങ്ങായിട്ടാണ് പ്രവർത്തിയെടുക്കുന്നത്. പാലക്കാട് ഹെഡ്ക്വാർട്ടറിൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിൽ ഒരു സെക്ഷനും ഷൊർണൂർ സബ് ഡിവിഷൻ്റെ കീഴിൽ മറ്റൊരു സെക്ഷനും. ഭയങ്കര റെസ്പോണ്ടാണ്. ആൾക്കാർ സെൽഫി എടുക്കാനായിട്ട് ഒത്തിരി പേര് വരികയാണ്. ആൾക്കാർ പറയുന്നത് ഒരു ഫിലിം സ്റ്റാറിനെ കൂടെ സെൽഫി എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നതിന് പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു അപകടം പറ്റിയാലും വലിയ സൈറൺ മുഴക്കി പാഞ്ഞെത്തുന്ന ഫയർഫോഴ്സിനും ജനങ്ങളോട് വിവരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെ മനുഷ്യജീവൻ രക്ഷിക്കാമെന്നത് ആളുകളോട് കൃത്യമായി സമ്മതിക്കുന്ന രീതിയിലായിരുന്നു ഫയർഫോഴ്സിന്റെ സ്റ്റാൾ ഒരുക്കിയത്. ഞങ്ങൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഒരു റെസ്ക്യൂ മെത്തേഡാണ് നമ്മളിവിടെ നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇതിന്റെ പേര് ചെയർനോട്ട് എന്നാണ്. അതായത് നമ്മൾ ആഴം കൂടിയ കിണറുകളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണിത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ വിവിധ തരം കെട്ടുകളിൽപ്പെട്ട ഒരു കെട്ടാണ് ഈ ചെയർനോട്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഒത്തിരി പരിഭവവും പരാതികളും ഉണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് കാടും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതെന്നാണ് വനം വകുപ്പ് അവരുടെ സ്റ്റാളിലൂടെ ആളുകളോട് സംവദിച്ചത്. ചെറു ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളും ഒക്കെയായി വനം വകുപ്പും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി. പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതി വേണം, പരിസ്ഥിതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ പരിസ്ഥിതി നമ്മൾക്ക് പൈതൃകമായിട്ട് കിട്ടിയതല്ല, നമ്മളെ കുഞ്ഞുങ്ങളിൽ നിന്ന് കടമായിട്ട് കിട്ടിയതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു കൊടുക്കണം? പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആളുകളായി നിങ്ങൾ മാറട്ടെ. യോഗയും ആരോഗ്യ പ്രചാരണവുമായി നാഷണൽ ആയുഷ് മിഷന്റെ പ്രവർത്തകരും മേളയിൽ സജീവമായിരുന്നു. യോഗ നമുക്കിപ്പോൾ ജില്ലയിൽ സംസ്ഥാനത്ത് 700 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉണ്ട്. അതിൽ 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പാലക്കാട് ജില്ലയിലാണ്. 54 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ യോഗ ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ സേവനമുണ്ട്. കളിയാണ് ലഹരി എന്ന സന്ദേശമാണ് സംസ്ഥാന കായിക വകുപ്പ് എന്റെ കേരളം പ്രദർശന വിപണന മേള കാണാനെത്തുന്നവരോട് പറഞ്ഞത്. സ്റ്റാൾ വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി ഇവന്റ്സ്, ഇങ്ങനെ സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഈ ആർച്ചറി, ഡാർട്ട് ത്രോ,
പിന്നെ നമ്മൾ അവിടെ BMIയുടെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഇത് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് പിന്നെയും കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വിപണനവും 6 ദിനരാത്രങ്ങളിൽ മേളയിൽ തകൃതിയായി നടന്നു. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമാപന സമ്മേളനം ഒഴിവാക്കിയിരുന്നു. മേളയിൽ മികച്ച സ്റ്റാളിനുള്ള പുരസ്കാരം നേടിയത് കേരള പോലീസ്. 2ാം സ്ഥാനം ലഭിച്ചതാകട്ടെ കേരള ഫയർഫോഴ്സിനും. ശ്രീകുമാരൻ, 24 പാലക്കാട്.